ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2024 ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് നടക്കുന്ന അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഈ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകുന്നതാണ്. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ശരിയായ ഉത്തരം രാഹുൽ ഗാന്ധിയാണ്. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് സ്നിഗ്ധ, ജോഷിക, ഹാഷിം മുഹമ്മദ്, ധ്യാൻ ഭഗത് RB, അരുൺ കൃഷ്ണ, ആദിശ്രീ PV, ശ്രീനന്ദ S, വേദിക എന്നിവരാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരെന്താണ്? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ്റെ പേരാണ് നീലു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നീലു. മൂന്നാമത്തെ ചോദ്യം: 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി ഏതാണ്? സെൻ നദിയാണ് 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി. നാലാമത്തെ ചോദ്യം ഇതാണ്: 2024 പാരീസ് ഒളിമ്പിക്സിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം PR ശ്രീജേഷ്. അഞ്ചാമത്തെ ചോദ്യം: 2024 ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എത്രാമതാണ്? 2024 പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 82ാമതാണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപ്പിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏതാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായി മഴ മാപ്പിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയാണ്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആരാണ്? നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി നേടിയത് നിർമ്മല സീതാരാമൻ. എട്ടാമത്തെ ചോദ്യം: വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ തുടങ്ങിയിരുന്നു. ആ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൻ്റെ നമ്പർ എത്രയാണ്? സൈബർ ക്രൈമിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1930 ആണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1930. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേരെന്താണ്? മാതൃഭൂമി എന്നാണ് ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേര്. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാതൃഭൂമി. പത്താമത്തെ ചോദ്യം ഇതാണ്: ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖാദർ കമ്മിറ്റി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഖാദർ കമ്മിറ്റി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിദ്യാഭ്യാസ മേഖല. 11ാമത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ കതരഗാമ എസാല ഉത്സവം ആഘോഷിച്ച രാജ്യമേതാണ്? അടുത്തിടെ കതരഗാമ എസാല എന്ന് പറയുന്ന ഉത്സവം ആഘോഷിച്ച രാജ്യം ശ്രീലങ്കയാണ്. 12ാമത്തെ ചോദ്യം: റൊസാരീറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? റൊസാരീറ്റ എന്ന നോവൽ എഴുതിയത് ആരാണ്? അനിത ദേശായി ആണ് റൊസാരീറ്റ എന്ന് പറഞ്ഞ നോവൽ എഴുതിയത്. 13ാമത്തെ ചോദ്യം: 2024 ജൂലൈയിൽ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റി നിയമിച്ച ദക്ഷിണ ഏഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ആരാണ്?
ദക്ഷിണ ഏഷ്യയുടെ ഉപമേഖലാ പ്രതിനിധി ദീപ മാലിക് ആണ്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദീപ മാലിക്. 14ാമത്തെ ചോദ്യം തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ക്യൂ ഫീൽഡ് എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര് മറക്കരുത്, ക്യൂ ഫീൽഡ്. 15ാമത്തെ ചോദ്യം റുവാണ്ടയുടെ പ്രസിഡന്റായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പോൾ കഗാമെയാണ് റുവാണ്ടയുടെ പ്രസിഡന്റായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത്. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പോൾ കഗാമെ. 16ാമത്തെ ചോദ്യം 2024 ജൂലൈയിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം സാമൂഹ്യ മാധ്യമം അഥവാ സോഷ്യൽ മീഡിയ ആയ എക്സ് അഥവാ പണ്ടത്തെ ട്വിറ്ററിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവ് ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിലാണ് 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ളത്. 17ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതം എന്നാണ് ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയം. അതായത് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പ്രമേയമാണ് വികസിത ഭാരതം. 18ാമത്തെ ചോദ്യം ഇൻ്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യത്തെ ഏഷ്യൻ ടെന്നീസ് താരങ്ങൾ ആരൊക്കെയാണ്? ലിയാണ്ടർ പേസ്, വിജയ് അമൃതരാജ് എന്നിവരാണ് ആ താരങ്ങൾ. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ലിയാണ്ടർ പേസ് ആൻഡ് വിജയ് അമൃതരാജ്. 19ാമത്തെ ചോദ്യം ജനങ്ങളുടെ ചോദ്യമായി ഉത്തരം പറയുന്ന കെൽട്രോൺ നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് ഏതാണ്? കെല്ലി എന്നാണ് ആ ചാറ്റ് ബോട്ടിൻ്റെ പേര്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കെല്ലി. 20ാമത്തെ ചോദ്യം 2024 ലൊക്കാർണോ ചലച്ചിത്രമേളയിൽ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള കരിയർ ലിയോപാഡ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഷാറൂഖ് ഖാനാണ് 2024 കരിയർ ലിയോപാഡ് അവാർഡ് ലഭിച്ചത്. മറക്കരുത്, ഷാറൂഖ് ഖാൻ. 21ാമത്തെ ചോദ്യം ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെൻറ്റർ വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം ഉരുളക്കിഴങ്ങ് ഏതാണ്? കുഫ്രി ഉദയ് എന്നാണ് ആ സങ്കര ഇനം ഉരുളക്കിഴങ്ങിൻ്റെ പേര്. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഫ്രി ഉദയ്. 22ാമത്തെ ചോദ്യം ഇതാണ്: 2028 യൂറോ കപ്പിൻ്റെ വേദി എവിടെയാണ്? ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് ആണ് 2028 യൂറോ കപ്പിൻ്റെ വേദി. 23ാമത്തെ ചോദ്യം കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് കേരളത്തിൻ്റെ പുതിയ ലോകായുക്തയായി നിയമിതനായത്. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ. 24ാമത്തെ ചോദ്യം ഇന്ത്യക്ക് പുറത്ത് ആദ്യം ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യമേതാണ്? മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്താണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു ജനൌഷധി കേന്ദ്രം തുടങ്ങിയത്. 25ാമത്തെ ചോദ്യം 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. ഫൈനലിൽ കൊളംബിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. 26ാമത്തെ ചോദ്യം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ പേരെന്താണ്? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്നാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ പേര് മറക്കരുത്, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ. 27ാമത്തെ ചോദ്യം വ്യവസായ നയത്തിൽ സമഗ്ര AI നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളം. 28ാമത്തെ ചോദ്യം ഇതാണ്: 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? സ്പെയിനാണ് 2024 യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒരാൾ ഒരു ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. വീഡിയോയിലെ 30ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനാകുന്നത് ആരാണ്? കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിതനാവുന്നത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്.
ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേര് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പേര് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയാവുന്ന നദി ഏതാണ്? അപ്പോൾ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അക്ഷരമുറ്റം ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 6ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ആ വീഡിയോസ് കൂടി കാണുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.